ബിയോണ്ട് ദ ബാർ നെറ്റ്ഫ്ലിക്സിൽ റീസെന്റ് ആയിട്ട് റിലീസായ ഒരു വെബ് സീരീസ് ആണ്. ആകെ 2 എപ്പിസോഡ് മാത്രമേ ഈ വെബ് സീരീസിന്റെ റിലീസ് ആയിട്ടുള്ളൂ. സോ ഈ സീരീസ് ഒരു വർക്ക് പ്ലേസ്, ഒരു ലീഗൽ ഡ്രാമയുടെ കഥ പറയുന്ന ഒരു സീരീസ് ആണ്. എന്ന് വെച്ചാൽ ഒരു അറ്റോർണി ഹയറിംഗിൽ നിന്നാണ് ഈ ഒരു സീരീസിന്റെ കഥ തുടങ്ങുന്നത്. സോ ആ ഒരു അറ്റോർണീസ്, ന്യൂ ആയിട്ട് ഹയർ ചെയ്യുന്ന ആ ഒരു ഇന്റേൺസ് ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, അവരുടെ ലീഗൽ ലൈഫ് എങ്ങനെയാണ്, അവരുടെ പേഴ്സണൽ ലൈഫ് എങ്ങനെയാണ്, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു എൻവയോൺമെന്റിൽ അവരെങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത് എന്നുള്ളതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗും എൻഗേജിംഗുമായിട്ട് പറയുന്ന ഒരു വെബ് സീരീസ് ആണിത്. സോ ഈ ഒരു സീരീസ് തീർച്ചയായിട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്ത സംഭവങ്ങളൊന്നും അല്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സീരീസ് ആണ്. സോ ഓരോ വീക്കിലും ഓരോ എപ്പിസോഡ്സ് വരും. സോ ഈ സീരീസിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇതിലെ പെർഫോമൻസും മേക്കിങ്ങും അതിന്റെ സ്റ്റോറിയും തന്നെയാണ്. സോ ഈ പെർഫോമൻസിലേക്ക് വരികയാണ് ലീ ജിൻ വോക്കിന്റെ പെർഫോമൻസ്, ഈ ഒരു സ്ക്വിഡ് ഗെയിം, അതുപോലെ തന്നെ മിസ് ഗ്രാനി എന്നിങ്ങനെയുള്ള പാസ്റ്റ് വർക്ക്സ് ചെയ്ത ഒരു ആക്ടറാണ്. അദ്ദേഹത്തിന് വളരെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വക്കീലിന്റെ റോളാണ് അദ്ദേഹം ചെയ്യുന്നത്. സോ ആ ഒരു റോളും ഇന്റേൺ ആയിട്ട് വരുന്ന ഒരു പെൺകുട്ടിയുടെ റോളാണ് അത് ചെയ്തിരിക്കുന്നത് ജാൻ ഹെയ്യോൺ ആണ്. സോ നേരത്തെ കിങ്സ് കണക്ഷൻ ടു ജെന്നി എന്നിങ്ങനെ വർക്ക് ചെയ്ത ഒരു ആക്ട്രസ് ആണ്. ആ ഒരു ആക്ട്രസിന്റെ പെർഫോമൻസ് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിരിക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ കിം ജെ യോന്റെ ഒരു ഡയറക്ഷൻ ആണ് ഈ ഒരു സീരീസിന്റെ ഹൈലൈറ്റ്. കൂടെ തന്നെ ഒരു സ്റ്റോറിയും വളരെ പുതുമയുള്ള ഒരു രീതിയിലാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അത് വളരെ എൻഗേജിംഗ് ആയിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഈ ഒരു സീരീസിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. സോ താല്പര്യമുള്ളവർ കണ്ടു നോക്കാം. ഇതിപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്.